സാമ്പത്തികമായി വലിയ സാമ്പത്തിക ഭദ്രതയിലുള്ള കുടുംബം തന്നെയാണ് ഇവരുടേത്. നടരാജൻ, അതായത് കൊല്ലപ്പെട്ട നടരാജൻ എന്ന് പറയുന്ന ആൾ 62 വയസ്സാണ് അയാളുടെ പ്രായം. അയാളെയാണ് സ്വന്തം മകൻ വെട്ടിക്കൊല്ലുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്നലെ രാത്രി ഏതാണ്ട് 8:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ലഹരി ഉപയോഗിച്ചതിന് ചോദ്യം ചെയ്തതിനാണ് മാതാപിതാക്കളെ ഈ വിധം ഈ അഭിഭാഷകനായ നവജിത്ത് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. അതിക്രൂരമായാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചതെന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. അമ്മയുടെ കൈവിരലുകൾ അറ്റുപോയിട്ടുണ്ട്, കണ്ണിൻ്റെ ഭാഗത്തും മുഖത്തും ഒക്കെ തന്നെ വെട്ടേറ്റിട്ടുണ്ട്. മരിച്ച നടരാജനാണെങ്കിലും മാരകമായ രീതിയിൽ തന്നെ വെട്ടേറ്റിട്ടുണ്ട്. തലയ്ക്കടക്കം ഇയാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇന്നലെ ഈ ലഹരി ഉപയോഗിച്ച് വന്ന മകനെ ഇത് ചോദ്യം ചെയ്തതാണ് അച്ഛൻ. അപ്പോഴാണ് ഇയാൾ ഇത്തരത്തിൽ അതിക്രൂരമായ ആക്രമണം നടത്തിയത്. ഇതിൽ പ്രധാനമായും കുടുംബ പ്രശ്നങ്ങളും ഇതിന് കാരണമായി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ മരിച്ച നടരാജൻ എന്ന് പറയുന്ന ആൾ, അതായത് നവജിത്തിൻ്റെ അച്ഛൻ, നേരത്തെ വിദേശത്തായിരുന്നു. അതിനുശേഷം ഇയാൾ കോൺട്രാക്ടറാണ്. തൊട്ടടുത്ത് ഇവർക്ക് സ്വന്തമായി കടമുറികളൊക്കെ തന്നെയുണ്ട്. ഈ സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ ഈ വീടിൻ്റെ സാമ്പത്തികമായ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്ന നടരാജനായിരുന്നു. ഇക്കാര്യത്തിൽ നവജിത്തിന് വളരെയധികം പ്രയാസമുണ്ടായിരുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ നടരാജന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് പറയുന്നത്. അതൊക്കെ തന്നെ പല സമയത്തും വീട്ടിൽ പ്രശ്നമുണ്ടാക്കുന്നതിനും ബഹളം വെക്കുന്നതിനും ഒക്കെ ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. നവജിത്തിൻ്റെ ഭാര്യ ഗർഭിണിയാണ്. ഇന്ന് അവരെ ആശുപത്രിയിൽ പ്രസവത്തിന് വേണ്ടി കൊണ്ടുപോകാൻ ഇരിക്കുന്നതിൻ്റെ തലേ ദിവസമാണ് ഇത്തരത്തിൽ വലിയൊരു ആക്രമണം ഉണ്ടായത് എന്നതും ഉള്ളിലോട്ട് ചെന്നപ്പോ മുമ്പിലേക്ക് സ്വന്തം അച്ഛനാണോ അമ്മ ആണോ തിരിച്ചറിയാണ്ടായിപ്പോയി. ഇതിലൊക്കെ മെയിനായിട്ട് വരുന്ന വില്ലനെന്ന് വെച്ചാലേ പൈസ. അച്ഛൻ ഗൾഫിൽ നിൽക്കുമ്പോൾ നാട്ടിലേക്ക് അയക്കുന്ന പൈസേനെ ഫുൾ കൈകാര്യം ചെയ്ത് മോനായിരിക്കും. അപ്പം കുറച്ച് പൈസ ഈശയിലേക്കും കുറച്ച് പുരയിലേക്കും. അതോടൊപ്പം നാട്ടിൽ അച്ഛനെത്തി ബിസിനസ് ചെയ്യുമ്പോഴോ പൈസേൻ്റെ കൈകാര്യം അച്ഛന് മോൻ്റെ കീസയിലേക്കൊന്നും വരുന്നില്ല. അതിൻ്റെ കളിപ്പോൾ ഒരു ഭാഗത്ത് ഉണ്ടാവും. എന്തായാലും മുത്തുമണികളെ ഇതിൽ ഏറ്റവും സങ്കടമായിപ്പോയ കാര്യം വെച്ചാൽ മരുമോളെ കാര്യമാണ്. എന്താ ചെയ്യലേ, അധികമായിട്ട് പൈസയും സമ്പാദ്യവും കൈമലേക്ക് വരുമ്പോഴോ തിരിച്ചറിവ് പോയി പോകുന്നു വളരെ ശരിയാണ്.